റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഇതിനാണ് മുത്തഖീങ്ങളുടെ അടയാളം. എന്താ? ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞത്. 3 ക്വാളിറ്റി പറഞ്ഞതിൽ ഒന്നാമത് അദൃശ്യമായ ലോകത്തെ കൊണ്ട് വിശ്വസിക്കണേ, ഖബർ മുതലുള്ള ജീവിതത്തെ കൊണ്ട് വിശ്വസിക്കണേ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെങ്ങാനും നിങ്ങളുടെ കൈ കൊണ്ട് പിഴച്ചു പോയാൽ നാളെ ആഖിറത്തിൽ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് ആ മാതാപിതാക്കൾക്കെതിരെ ആ മക്കൾ ചെയ്യുന്ന ദുആയാണ് ഞാനിപ്പോൾ ഓതിയത്. MBBS പഠിപ്പിച്ചു, MA പഠിപ്പിച്ചു, MTech പഠിപ്പിച്ചു, ഏറ്റവും വലിയ എഞ്ചിനീയറാക്കി, ഏറ്റവും വലിയ IPS IAS ഒക്കെ വാങ്ങി. ദുനിയാവ് മുഴുവനും അവന് കിട്ടി. ദുനിയാവിൽ വാപ്പാക്ക് പേരും പ്രശസ്തിയും ഒക്കെ കിട്ടി. വാപ്പായും മരിച്ചു, മോനും മരിച്ചുപോയി. പക്ഷേ അവർക്ക് ഇസ്ലാമോ ദീനുമായോ പേരല്ലാതെ മറ്റു ബന്ധമില്ല. മരിച്ച സമയത്ത് അടക്കാൻ മയ്യത്തുങ്കര പള്ളിയാണ് അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ പള്ളിക്കാട്ടിലേക്ക് അവരെ 2 പേരെയും കൊണ്ടടക്കി. അവിടെ മലക്ക് വന്ന് അവരെ വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ്, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ലാ ദിരിഹാ. അങ്ങനെ ഒരാളുണ്ടോ? ലാദിരി. അങ്ങനെ ഒരാളുണ്ടോ? വിളിച്ചു പറയാൻ. ലാദിരി. ആരും പറഞ്ഞതിൽ, ആരും പഠിപ്പിച്ചില്ല. മഹ്ശറയിലേക്ക് കൊണ്ടുവരികയാണ്. വാപ്പായെയും ഉമ്മായെയും മക്കളെയും പിടിച്ചു നിർത്തുകയാണ്. മക്കളെ, നിങ്ങൾ ചെയ്ത അനീതിയും അധർമ്മത്തിൻ്റെയും പേരിൽ, അള്ളാഹുവിനെ അനുസരിക്കാത്ത വഴിപ്പെടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസമൊക്കെ കൊള്ളാം, പക്ഷെ അതിലൂടെ അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നരകമാണ് കേട്ടോ. അള്ളാഹു വിധി നിർണയം നടത്തുമ്പോൾ ആ മക്കള് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഞങ്ങളുടെ വാപ്പയാണ്, ഞങ്ങളുടെ ഉമ്മയാണ്. വല്ലാഹി ഖുർആനാണ് കേട്ടോളി, ഞാൻ വെറുതെ പറയല്ല, നല്ലപോലെ മനസ്സിലായിക്കോളി. ഖുർആൻ പറഞ്ഞ വാക്കാണ്, ഖുർആൻ പറഞ്ഞ വാക്കാണ്. വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. എനിക്കിതൊക്കെ പറഞ്ഞാലേ പറ്റുള്ളൂ. നാളെ ഇത് പറഞ്ഞു കൊടുത്തില്ല എന്നാണ് നിങ്ങൾ പൈസ എവിടെ പിരിക്കുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. വേണമെങ്കിൽ മനസ്സിലായിക്കോളി. എല്ലാത്തിനും പാട്ട്, എല്ലാത്തിനും ഖുർആൻ. ഇന്നലെ ഇവിടെ ഖുർആൻ വിസ്മയം നടത്തിയല്ലോ, എത്ര പേരുണ്ടായി? എന്ത് രസമാണ് ഖുർആൻ ഓതാൻ. ഒരു കിളവൻ, ഒരു 68 വയസ്സുള്ള ഒരു കിളവൻ ഇപ്പോൾ ഖുർആൻ ഓതുന്ന യൂട്യൂബിലൂടെ എന്ത് രസമാണ് കേൾക്കാൻ. എല്ലാവരും ഇപ്പോൾ അതൊരു വലിയ രസമാക്കിയിട്ടിരിക്കുന്നത്. എന്ത് കേൾക്കാൻ, എന്ത് രസം. കിളവൻ, കിളട് എല്ലാം നരച്ച് ഷുജാഉൽ അക്ര പോലെ തലയിൽ മുടിയൊന്നുമില്ല, കഷണ്ടിയായി. എന്ത് രസം കേൾക്കാൻ ഖുർആൻ. നിങ്ങളങ്ങനെ ഓതിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാവോ? നമ്മുടെ കാക്കാമാർ എത്ര ഓതുന്നുണ്ട് ഖുർആൻ ഒരു ദിവസം? ഒരു ദിവസം എത്ര ഖുർആൻ ഓതുന്നുണ്ട്? ഒരു ജുസു ഓതുന്നുണ്ടോ? ഒരു 100 ആയത്ത് ഓതുന്നുണ്ടോ? ദുആ ചെയ്ത് അയ്യാക്ക് ഇപ്പോൾ ഉടനെ സ്വീകരിക്കണം പോലും മനസ്സില്ല. ഇപ്പം അങ്ങോട്ട് സ്വീകരിക്കാൻ, ഇപ്പം ഇയാൾക്ക് അങ്ങോട്ട് ദുആ ചെയ്യാൻ സ്വീകരിക്കണം. ഒരു ജുസു ഖുർആൻ ഓതിയവർ ആരുണ്ട്? ഒരു ദിവസം ഒരു ജുസു ഖുർആൻ ഓതിയവർ? അള്ളാഹയോടുള്ള ഹക്കുകൾ നിറവേറ്റാതെ ഒന്നും അള്ളാഹ് നമ്മുടെ കാര്യം നടത്തി തരൂല. അബിവേ അടി അടിപ്പിക്കും, നല്ല അടി. നമ്മളൊക്കെ ഉത്തരേന്ത്യയിൽ അവന്മാരൊക്കെ ഇടിച്ചു കൊല്ലുന്നല്ലോ, അവന്മാർ ഇടിച്ചു കൊല്ലുന്നല്ലോ. ഓരോരുത്തരുടെ പേരെന്താ? അത്താഉല്ലാ ഹുറാസാൻ, ഹസാൻ ഹുസാൻ. വായിലെങ്ങും കൊള്ളാത്ത പേര്. ഇവന്മാരെല്ലാം വായിലെ തമ്പാക്കിട്ട് സംസാരിക്കുന്നല്ലോ, ബംഗാളി കത്തക്കോസികളുടെ സംസാരം പോലെ തന്നെയാണ് എൻ്റെ പേരും. വായിലും കൊള്ളില്ല. ഒറ്റ ഒരെണ്ണത്തിന് പള്ളി എന്താ, ഈമാൻ എന്താ, ഇസ്ലാം എന്താ അവനറിയില്ല. പള്ളിയുടെ പരിസരത്ത് താമസിച്ചാലും പള്ളി കയറൂല. പിന്നെ മറ്റന്മാരെ കൊണ്ട് അള്ള അടിപ്പിക്കാതിരിക്കും. നമ്മൾ വിചാരിക്കും ഇവൻ അടിച്ചു കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. അള്ള ചെയ്യുന്ന പണിയാ ഹബീബ ഇത്. നിനക്ക് സ്വർഗം തരണോ? ഫ്രീ ആയിട്ടൊന്നും കിട്ടൂല. 2 കുത്ത് അവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നീ മരിച്ചിഞ്ഞു വാ, ഞാൻ തരാം. ചുമ കിട്ടൂല. നാളെ വാപ്പ ഉമ്മ, അക്ക, കനാലിന്റെ അപ്പുറത്തിരിക്കുന്ന അക്ക, നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ അള്ളാന്റെ മുന്നിൽ പറയാൻ പോകുന്ന ആയത്താ ഓതാൻ പോകുന്നത് കേട്ടോളി. അത്താമാരോർത്തോളി. ഈ മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. എന്നൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ ഗുണം കിട്ടുന്നത്? ഗുണം കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ.
അല്ലാ ഞങ്ങളെ പിഴപ്പിച്ച് ഞങ്ങളുടെ വാപ്പായെ ഉമ്മായെ ഒന്ന് കാണിച്ചതാ. ഞങ്ങളുടെ കാലിൻ്റെ കീഴിൽ അവരെ ഇട്ട് ഞങ്ങളൊന്ന് ചവിട്ടി മെതിക്കട്ടെ. ഞങ്ങളെ പിഴപ്പിച്ചത് അവരാണ്. പടച്ച റബ്ബേ, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ കാരണകർ, ഞങ്ങളുടെ രക്ഷകർത്താവ്, ഞങ്ങളുടെ കാരണവർ എന്ന നിലയിൽ ഞങ്ങളുടെ വാപ്പായെ ഉമ്മായെ ഞങ്ങൾ അംഗീകരിച്ചു പോയി. അവര് പറയുന്ന വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു പോയി. അല്ലാ ഫഅളല്ലൂന സബീലാ, അവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. റബ്ബേ, ഞങ്ങൾ സ്വമേധയാ പോയതല്ല. അല്ലാ, മോളെ പോയി പാട്, മോളെ പോയി ഡാൻസ് ആട്, മോളെ പോയി മിമിക്രി കളിക്ക്. അള്ളാഹുവിൻ്റെ അടുക്ക് വലിയ സ്ഥാനം ഉണ്ടാകും, ദുനിയാവിൽ വലിയ സ്ഥാനം ഉണ്ടാകും, യൂട്യൂബിൽ നിനക്ക് വലിയ റേഞ്ച് ഉണ്ടാകും, യൂട്യൂബിൽ പ്രശസ്തിയായിട്ട് നീ മാറും. അതുകൊണ്ട് പൊന്നു മോനെ മോളെ എന്ന് പറഞ്ഞിട്ട് അല്ലാ ദുനിയാവിലെ പേരും പ്രശസ്തിക്കും വേണ്ടി ഞങ്ങളെ വഴികേടിലേക്ക് നയിച്ചത് ഞങ്ങളുടെ വാപ്പായും ഉമ്മായുമാണ്. റബ്ബേ, തീർന്നില്ല. അതുകൊണ്ട് അല്ലാ വആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ. എൻ്റെ അത്തച്ചിക്ക് കൊടുക്കണേ, അമ്മച്ചിക്ക് കൊടുക്കണേ, വാപ്പിച്ചാക്ക് കൊടുക്കണേ, ഉമ്മിച്ചാക്ക് കൊടുക്കണേ. കാരണം അവരാണ് ഞങ്ങളെ പഠിപ്പിക്കാതെ ആഖിറത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത നിലയിൽ ദുനിയാവിൻ്റെ രസാനുഭൂതികളിൽ ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളുടെ വാപ്പായും ഉമ്മായുമാണ്. റബ്ബേ, ഞങ്ങൾക്ക് തരുന്നതിന്റെ ഡബിൾ ശിക്ഷ അവർക്ക് കൊടുക്കണേ. അവരെ നീ ശക്തമായി ശപിക്കുകയും ചെയ്യണേ. അല്ലാ, വാപ്പ ഉമ്മ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത്, അവരെ പഠിപ്പിച്ച്, കല്യാണം കഴിപ്പിച്ച്, വീട് വെച്ച് കൊടുത്ത്, വണ്ടി എടുത്ത് കൊടുത്ത്, 2.5 കോടി കൊടുത്ത് കല്യാണം എല്ലാം കഴിപ്പിച്ച് നാളെ നിന്നെ പിടിച്ചു നിർത്തിയിട്ട് നിന്റെ ഇവിടെ പെടലേക്ക് പിടിച്ചിട്ട് ചോദിക്കും, ആണോ പറയുന്നത്? ശരിയാണോ? ശരിയാണോ? അവിടെ കള പറയാൻ പറ്റൂല മോനെ. ഇവർ ഈ കാണിച്ചു കൂട്ടിയത് ശരിയാണോ എന്ന് നീ പറ. ചട്ടിയും റൈസറും ഇട്ട് ഡാൻസ് പാടിപ്പിച്ച് സ്റ്റേജിൽ ഇരിക്കുന്നവരെല്ലാം കണ്ട് രസിച്ച് അത് യൂട്യൂബിലൂടെ കണ്ട് ദുനിയാവിൽ കുറച്ച് പേര് കിട്ടി നാളെ മരിച്ച് ഖബറിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കുന്നിടം മുതൽ ഈ വാപ്പായെ പിടിച്ചിടിക്കുമ്പം ഈ വാപ്പാടെ ഖബറിൻ്റെ ശാന്തിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മോനുണ്ടാവില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. നീ കുറച്ച് നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, പെരുന്നാൾ നിസ്കരിച്ചിട്ടും കാര്യം, നോമ്പ് പിടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ആഖിറത്തെ കൊണ്ട് ആദ്യം വിശ്വസിക്കുക, ആഖിറത്തെ കൊണ്ട് ആദ്യം വിശ്വസിക്കുക, ആദ്യം വിശ്വസിക്കുക. വിശ്വാസം ആദ്യം നന്നാക്കിയിടും. ചുമ്മാ ജുബ്ബയും തലപ്പായും വെച്ച് നടന്നിട്ട് കാര്യം എന്ത്? ആഖിറത്തെ കൊണ്ട് വിശ്വാസം ഉണ്ടോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. പോയേ പറ്റുള്ളൂ മോനെ, പോയേ പറ്റുള്ളൂ മോനെ, ആരും വരൂല. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ശരിയല്ലേ? ശരിയല്ലേ? ഓർമ്മയുണ്ടോ? പറയ, പാട്ട് കേട്ടിട്ടുണ്ടോ? മണി പാടിയതാ മോനെ ദിനേശ, മണി പാടിയതാ, മണി പാടിയതാ. എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. ഇക്ക മരിച്ചാല് ഇത്ത വരുവോ സഹോദര? വരുവോ? മയ്യത്തിങ്കര പള്ളിയിലോ ഷാഫിപ്പള്ളിയിലോ അനവിപ്പള്ളിയിലോ ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടടക്കുമ്പോ വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയാനല്ലാതെ ഭാര്യയ്ക്ക് മറ്റെന്ത് മറുപടിയാണ്? ഈ ഭാര്യ പറയട്ടെ, എൻ്റെ പൊന്നിക്ക, നിങ്ങളായിരുന്നു എൻ്റെ അഭയം, എൻ്റെ ആശാകേന്ദ്രം, എല്ലാം എൻ്റെ ഇക്കയായിരുന്നു. എന്നെ വിട്ടിട്ടിതാ തനിച്ചൊരു യാത്രയ്ക്ക് പോവുകയാ.
ഞാനില്ലാതെ നിങ്ങളില്ല, നിങ്ങളില്ലാതെ ഞാനില്ല. അങ്ങനെ ജീവിച്ചവരായിരുന്നില്ലേ? ഇതാ ആ പെണ്ണിനെ വിട്ടിട്ട് ഈ ചെറുക്കൻ തനിച്ചു പോവുകയാണ്. കൂട്ടിന് ഞാനും വന്നോട്ടെ എന്നൊരു വാക്കുപോലും ആ ഭാര്യ പറയൂല. പറയോ? മക്കള് പറയോ? ജ്യേഷ്ഠം പറയുവോ, അനിയൻ പറയുവോ? സുഹൃത്തെ, 3 പേര് ട്രിപ്പിൾ അടിച്ച് ബൈക്കിൽ പോകുമ്പോൾ വണ്ടി ഇടിച്ചു. ഒരുത്തൻ മരിച്ചു, 2 പേര് രക്ഷപ്പെട്ടു. ആ മരിച്ചവന്റെ മയ്യത്തുമായി 2 പേരും പോവുകയാ. എടാ അളിയാ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്, നമ്മൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഒരു കട്ടിലിൽ കിടക്കുന്നവരാണ്, ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരാണ്, എവിടെ യാത്ര ചെയ്താലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാ. ഞാൻ മരിച്ചുപോയി മോനെ, നിന്നോടൊപ്പം ഞാനും വരട്ടടാ അളിയാ. പറയോ? ആരും പറയൂല. ഖബർ കാണുമ്പോൾ അവന് പേടിയാണ്. എത്ര സ്നേഹിച്ചവരായാലും, എത്ര ആദരിക്കപ്പെട്ടവരായാലും, എത്ര വിശ്വാസമുള്ളവരായാലും, സഹയാത്രികരും സഹപ്രവർത്തകരും ആരുമാകട്ടെ, മരിക്കുന്നത് വരെയേ ഉള്ളു കേട്ടോ. ഈ ദുനിയാവിൽ എത്രത്തോളം സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചവരായാലും, അധികാരത്തിന്റെ സോപാനത്തിൽ വിരാജിച്ചവരായാലും, കണ്ണടഞ്ഞാൽ റൂഹ് പോയാൽ എല്ലാം തീർന്നു പോയി മക്കളെ. പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ടേ? ആ ഖബർ വരെ നാട്ടുകാർ വരും. 10,000-കണക്കിന് മക്കള് ആ ഖബർസ്ഥാൻ വരെ വരും. ആ 10,000-ൽ ഒരാൾ പോലും അളിയാ നിന്നീ ഒറ്റയ്ക്കാണല്ലോ, ഞാനും നിന്നോടൊപ്പം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാൾ പോലും അവനോടൊപ്പം ആ ഖബറിൽ കിടക്കൂല. കിടക്കോ? എത്ര വലിയ ആത്മാർത്ഥ ഉള്ളവനാണെങ്കിലും മയ്യത്ത് നിസ്കരിക്കും, ഖബറിന്റെ കുറവും, അവസാനം എൻ്റെ വായിൽ 3 കോടി മണ്ണ് വരിടും. തീർന്നു. അവൻ മാത്രം. അവിടെ മുതലാണ് ഇസ്ലാമിന്റെ തുടക്കം. ഓർത്തോ, ഇന്ന് വിശ്വസിക്കാത്തവനും, ഇന്നിതിനെ അംഗീകരിക്കാത്തവനും, ഇന്നിതിനെ ഉൾക്കൊള്ളാത്തവനും അല്ലാഹുവാണ് സത്യം. അന്ന് അബൂബക്കർ അവിടെ നിന്ന് പറഞ്ഞത്, അതിന്റെ യാഥാർത്ഥ്യം ഞാനിപ്പോ മനസ്സിലാക്കി. ആ ഖബറിന്റെ ഉള്ളിൽ കിടന്നവൻ പറയും, അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. ഒന്നും മടക്കി കൊണ്ടുവാ പടച്ച റബ്ബേ. ഇവർ എല്ലാ വർഷവും വാത് വെച്ച് ഞങ്ങൾ ഇത് കേൾക്കാൻ പോകുമായിരുന്നു. യൂട്യൂബിലൂടെ വീട്ടിലിട്ട് കേട്ടതൊക്കെയാണ്. പക്ഷേ ഇതിന്റെ ഗൗരവം ഇത്രത്തോളം വലുതാണെന്ന് മനസ്സിലായില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. പ്ലീസ് പടച്ച റബ്ബേ, ഒന്ന് മടക്കി അയക്കണേ അല്ലാ. ഇനി നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചോളാം പടച്ചവനെ. അല്ലാഹി പറയും ഖബറിൽ വെച്ച്, ലാ ഖദ് ഉമ്മിറത മാ കുൻത മുഅമ്മറാ. ദുനിയാവിൽ നിനക്ക് കുറച്ച് സമയം തന്നിരുന്നല്ലോ, ആ സമയമൊക്കെ തീർന്നു പോയി മനുഷ്യ. ഇനി നീ ഖേദിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ശിക്ഷ ഖിയാമം വരെ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കണം. നിന്നെ ഈ ദുരിത കയത്തിലേക്ക് നയിച്ച ഒരൊറ്റ കൂട്ടുകാരനോ നിന്നോടൊപ്പം ഉണ്ടാവൂല. ഒറ്റയ്ക്ക് ഈ 6 അടി മണ്ണിന്റെ ഇരുണ്ട ദുരിതത്തിൽ കിടന്ന് നീ അനുഭവിച്ചോ. ഇതിനാണ് നമ്മൾ ദുആഉൽ ഇബാദ, ഇബാദത്തിലൂടെ ദുആ ചെയ്ത് അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്നത്. ഹബീബെ, വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ നിസ്കരിക്കരുത്. വല്ലാഹി നിസ്കരിച്ചിട്ട് കാര്യമില്ല. ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്, എന്തിനാണ് നിസ്കരിക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ട് നിസ്കരിക്കണം, അല്ല നിസ്കരിക്കരുത്. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത്. അതാ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുന്നത്. ക്രിക്കറ്റ് കളിക്കും, പന്ത് കളിക്കും, ഫുട്ബോൾ കളിക്കും, ക്യാരംസ് കളിക്കും, ഷട്ടിൽ ബാറ്റ് കളിക്കും, പള്ളിയിൽ ജമാഅത്ത് നടക്കും. നിസ്കരിക്കാൻ പള്ളി പോലെ ചെറുപ്പക്കാർ. എന്താ കാരണം? അവന് ഖബറിൽ അതിനെക്കുറിച്ച് വിശ്വാസമില്ല. മാർക്കം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഖബറിൽ അവന് വിശ്വാസമില്ല. ഖബറിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ, യാ റബ്ബ്, ഈ കാട്ടിനകത്ത് ഞാൻ ഒറ്റ കിടക്കേണ്ടവനാണ്, എന്നെ സഹായിക്കാൻ. ഈ ക്യാരംസ് ബോർഡ് കളിക്കുമ്പോൾ ഒറ്റൊരുത്തനും അവിടെ ഉണ്ടാവില്ല. ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരുത്തനോട് ഉണ്ടാവില്ല. ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരൊറ്റ ഒരുത്തനും അവിടെ ഉണ്ടാവില്ല. എന്റെ കൂട്ടത്തിൽ എന്നെ സഹായിക്കാൻ വരുന്നത് എന്ന് ആ മുഅദ്ദിൻ വിളിക്കുന്ന ആ നമസ്കാരം മാത്രമാണ്. ഈ കൊടുക്കുന്ന പൈസ മാത്രമാണ്. 1 രൂപ നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി കൊടുത്തോ, ഇത് നിങ്ങൾക്ക് ഖബറിൽ കാണാം. വല്ലാഹി കാണാം. ഇത് കണ്ടിട്ടേ നിങ്ങൾ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുള്ളൂ.
ഇവിടെ വെച്ചൊന്നും തരൂല. ഇവിടെ വെച്ച് ചിലപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അല്ലാഹു നോക്കാനാ നിന്നെ, പരീക്ഷിക്കാനാ നിന്നെ, തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ. നീ കൊടുത്ത് മുടിഞ്ഞു പോയോ? നീ കൊടുത്ത് അള്ളാന്റെ കോപം വാങ്ങാനാണോ അള്ളാന്റെ ഇഷ്ടം വാങ്ങാനാണോ എന്ന് അറിയിക്കാൻ നീ കൊടുക്കും തോറും നിന്നെ അള്ളാഹ് ചിലപ്പോൾ പരീക്ഷിക്കും. നിന്റെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ അള്ളാഹു നിന്നെ പരീക്ഷിക്കും. അലിഫ് ലാം മീം അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, സത്യവിശ്വാസികളാണ്. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മക്കളാണ്, സംരക്ഷകരാണ്, നടത്തിപ്പുകാരാണ്. ഞങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടവരാ. ഞങ്ങൾ പ്രവാചക പാരമ്പര്യത്തിന്റെ ഉടമകളാ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷണം വരാതിരിക്കുവോ? ഇല്ല, പരീക്ഷണം വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തന്നെയായിരിക്കും പരീക്ഷണം. നമസ്കരിക്കാത്തവന് പരീക്ഷണം കാണൂല, നമസ്കരിക്കുന്നവനെയാണ് അല്ലാഹു പരീക്ഷിക്കുക. സദഖ ചെയ്യാത്തവന് പരീക്ഷണം കാണൂല, സദഖ ചെയ്യുന്നവനാണ് അല്ലാഹു പരീക്ഷിക്കുക. ഖുർആൻ ഓതാത്തവന് ഒരു കുരു അവന് വരൂല, ഖുർആൻ ഓതുന്നവനാണ് അല്ലാഹു അസുഖം കൊടുക്കുക. എന്തിനാണ് അവൻ സബറുള്ളവനാണോ ക്ഷമയുള്ളവനാണോ എന്ന് അല്ലാഹു അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ആ ടെസ്റ്റിൽ അവൻ വിജയിച്ചാൽ മോനെ കണ്ണൊന്നടഞ്ഞു കിട്ടിയാ മതി, ആ ഖബർ മുതൽ സ്വർഗം വരെ നിനക്ക് സുഖമാണ്. അവിടെയാണ് നിനക്ക് സുഖം വേണ്ടത്, ഇവിടെയല്ല. ഇവിടെ നമുക്ക് നാട്ടുകാരുണ്ട്, സാധു സഹായ സമിതിയുണ്ട്. ഖബറിന്റെ ഉള്ളില് ഈ സഹായികളോ ഈ സമിതികളോ ഇതിന്റെ സംഘാടകരോ ഈ പറയുന്നവനോ ഒരുത്തനും കാണൂല. അവിടെ നിന്നോടൊപ്പം ഉണ്ടാകുന്നത് നീ കൊടുത്ത സദഖയാണ്, നീ കൊടുത്ത പാലാണ്, നീ കൊടുത്ത മുസല്ലയാണ്, നീ കൊടുത്ത ഓരോരോ ഭക്ഷണത്തിന്റെ വിഭവങ്ങളുടെ ഓഹരിയാണ്. അതൊക്കെയാണ് ഖബറിലേക്ക് വരുന്നത്. അത് അല്ലാഹ് ഒരുപക്ഷെ ഇവിടെ നിനക്ക് തരാതെ പിടിച്ചു വെക്കും. നിന്റെ ഈമാനൊന്ന് പരീക്ഷിക്കാനാണ്. അതിൽ നീ വിജയിച്ചോ അൽഹംദുലില്ലാഹ്. നീ ആരും നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിലും ആ ഖബർ മുതൽ സ്വർഗം വരെ നീ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബി സ്വന്തം മോനെ അറുക്കാൻ അല്ലാഹു പറഞ്ഞത് ഒരു മോനെ അറുത്തിട്ട് കണ്ട് രസിക്കാനല്ല. മക്കളില്ലാതെ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഇബ്രാഹിം നബിയോട് ഒരു മോനെ കൊടുത്തിട്ട് വളർത്തി കൊണ്ടുവരാൻ പറഞ്ഞു. 10-12 വയസ്സായി. അവന്റെ പുഞ്ചിരിയൊക്കെ കണ്ട് കുഞ്ഞളം കൈക്ക് പിടിച്ച് അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവനെ കൊണ്ടുപോയി സന്തോഷിപ്പിച്ചിട്ട് അങ്ങനെ സന്തോഷാധിക്യത്താൽ ആ കുടുംബം മുന്നോട്ട് പോകുമ്പോ അല്ലാഹ് പറയുകയാണ്, ഇബ്രാഹിമേ ആ മോനെ എനിക്ക് വേണ്ടി നീ അറുത്തു മാറ്റടോ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടും പള്ളിക്ക് കൊടുക്കണേ മദ്രസയ്ക്ക് കൊടുക്കണേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മനസ്സനുവദിക്കുക? പറ്റൂല. പരീക്ഷിക്കാനാണ്. നീ കൊടുക്കുന്നുണ്ടോ ഇല്ല നല്ല അറിയാൻ. ഇബ്രാഹിം നബിയുടെ മോനെ അറുത്തള്ളേ കാണിക്കാനാന്നോ? ഇബ്രാഹിം നബിയുടെ മോനെ അള്ളാഹ് കൊണ്ടുവന്ന് കൊടുത്തത്, ഇബ്രാഹിം മോനെ അറക്ക്. യാ റബ്ബി, മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ നിന്നോട് ചോദിച്ച് നീ തന്ന പൊന്നു മോനാണ്. അവൻ ഇതാ ചിരിച്ചും കളിച്ചും ഒക്കെ വളർന്നു വരുമ്പോ നീ അറുക്കാൻ പറഞ്ഞാ എങ്ങനെയാണ് റബ്ബേ, ഇത് ന്യായമാണോ എന്ന് ഇബ്രാഹിം നബി ചോദിച്ചില്ല, പറഞ്ഞില്ല, ചിന്തിച്ചില്ല. കണ്ടോ 2000 രൂപയുടെ ഒരു ആടിനെ അറുത്ത് കൊടുക്കാൻ നമ്മൾ പറയുമ്പം ഭയങ്കര ടൈറ്റ് ആളിയാ, അടുത്ത വർഷം ആവട്ടെ, ഭയങ്കര ടൈറ്റ് ആളിയാ, അടുത്ത വർഷം ആവട്ടെ. ICUവിൽ കയറ്റി അള്ളാഹ് ഇവനെ ടൈറ്റാക്കും. ICUവിൽ കയറ്റി ടൈറ്റാക്കുമ്പോൾ മനസ്സിലാക്കിക്കോളും. അള്ളാഹ് പരീക്ഷിക്കണം ബിവേ. വലയഅലമന്നല്ലദീന സബറു, ആരാണോ സബറുള്ളവരെന്ന് അല്ലാഹു തആല മനസ്സിലാക്കാൻ വേണ്ടി, വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കള്ളനാണെന്നറിയാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ വെച്ച് നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ തരും. ഫലസ്തീനിന്റെ മക്കൾ, കുഞ്ഞുമക്കളടക്കം പെടഞ്ഞു വീഴുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞു ഒളിച്ചോടാൻ തയ്യാറുണ്ടോ? ഏതെങ്കിലും ഒരു കുഞ്ഞു പറയുന്നുണ്ടോ മരിക്കല്ലേ, ഈ ഹമാസുകാർ കാണിച്ച തമ്മാടിത്തരമാണെന്ന്? ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ അവിടെ പറയാറുണ്ടോ? 11 വയസ്സുകാരനായ കുഞ്ഞുമോനോട് ഇന്ത്യക്കാർ
ചെറുപ്പക്കാരൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? സ്വർഗത്തിലാണ്. ഉമ്മ എവിടെ? സ്വർഗത്തിലാണ്. എനിക്കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ മോനെ മലപ്പുറത്തുള്ള ഒരു ചങ്ങാതി ഫലസ്തീന് സന്ദർശിക്കാൻ പോയപ്പോ അവനെ കണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് നീ ഞങ്ങളിലേക്ക് വാ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയി നിന്നെ പഠിപ്പിക്കാം, ഡോക്ടറാക്കാമെന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ എനിക്ക് ഷഹീദാവാൻ പറ്റൂല. എനിക്കെൻ്റെ ഉമ്മ ഉപ്പയോടൊപ്പം ഷഹീദാവണമെങ്കിൽ ഈ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നേ മതിയാവൂ. അതാണ് ആ പൈതലുകളുടെ ഈമാൻ. കുഞ്ഞുമക്കളടക്കമുള്ളവർ വീഡിയോ എടുത്തിട്ട് അല്ലാഹുവേ ജിഹാദ് ചെയ്ത് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ച് 3 വയസ്സും 4 വയസ്സും 5 വയസ്സുമുള്ള കുഞ്ഞുമക്കൾ ഖുർആന്റെ ആയത്ത് ഓതി അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അവര് തക്ബീർ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളെയും ആ പദവിയിൽ എത്തിക്കണേ അല്ലാ. കുഞ്ഞുമക്കളടക്കം 5000-ഓളം കുഞ്ഞുമക്കൾ മരിച്ചു പോയെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും കേട്ടോ. ബഹുമാനപ്പെട്ട പ്രവാചകനോട് സ്വഹാബത്ത് ചോദിച്ചതല്ലേ, ഈ കുഞ്ഞുമക്കളൊക്കെ മരിച്ചു പോയാൽ ഇവരുടെ ഉത്തരവാദിത്തം ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആ കുഞ്ഞുമക്കളെ പരിചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറയാണ് ഈ കുഞ്ഞുമക്കളുടെ ഉമ്മയായി നാളെ ഖിയാമത്ത് നാൾ വരെ സ്വർഗം വരെ ആ മക്കളെ പരിചരിക്കുന്നത് അവരായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 5000-ഓളം വരുന്ന ഫലസ്തീനിന്റെ കുഞ്ഞുമക്കളെ പരിചരിക്കുന്നത് ഖലീലുല്ലാഹ് ഇബ്രാഹിമാണ്, വസൗജതുഹു ഹാജറയാണ്. ഈ ഭാഗ്യം ആർക്ക് കിട്ടും സഹോദരാ? ഈ ഭാഗ്യം ആർക്ക് കിട്ടും സഹോദരാ? അതുകൊണ്ടാണ് ആ ഇബ്രാഹിമിനോട് പറഞ്ഞത്, ഇബ്രാഹിമേ ആ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി അറുക്കണം, ഒരു പ്രശ്നവുമില്ല അല്ലാ. മെല്ലെ മോൻ ഉറങ്ങുന്ന പരിസരത്തേക്ക് പോയിട്ട് ആ മുഖം ഒന്ന് തടവിയിട്ട് തലയൊന്ന് തലോടിയിട്ട്, പൊന്നുമോനെ അല്ല പറഞ്ഞതാണ് നിന്നെ അറുക്കണമെന്ന് പറയുന്നു, എന്താ മോനെ നിന്റെ അഭിപ്രായം? അല്ലാണോ പറഞ്ഞത് വാപ്പ? എങ്കിൽ അറുത്തോ, ഞാൻ സുഖസുന്ദരമായി കിടന്ന് തരാം. ഇതാണ് ദീനി ബോധമുള്ള വാപ്പായും ഉമ്മായും മകനും വാപ്പായും. നിസ്കരിക്കാൻ പോടാ മോനെ, കളിക്കാൻ പോലെ എന്ന് പറഞ്ഞ വാപ്പ തടയോലേക്ക് പൊയ്ക്കോ, ഞാൻ പോയി കളിക്കട്ടെ, ഞങ്ങളുടെ ടീമെല്ലാം അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നരകത്തിലേക്കോടുന്ന വൃത്തികെട്ട മക്കളല്ലേ നമുക്കുള്ളത്. ഇബ്രാഹിം നബിയുടെ മോന് വർഷങ്ങളായി കിട്ടിയതാണ്. ഇബ്രാഹിം നബി പറഞ്ഞു, മോനെ നിന്നെ അറുക്കണം എന്ന് അള്ളാന്റെ തീരുമാനമാണ്. അള്ളാന്റെ തീരുമാനമാണോ എങ്കിൽ വാപ്പ അറുത്തോ, കിടന്നു കൊടുത്തു. കടക്കൽ കത്തി വെച്ചിട്ട് മുറിയുന്നില്ല. മകൻ പറഞ്ഞു, വാപ്പ ഈ പൊന്നുമോന്റെ മുഖം കണ്ടിട്ട് അങ്ങേക്ക് വിഷമം വരുന്നു, അതുകൊണ്ടാണ് മുറിയാത്തത്, ഞാനൊന്ന് ചരിഞ്ഞു കിടക്കാം, എൻ്റെ മുഖം ശ്രദ്ധിക്കണ്ട, അറുക്ക് വാപ്പാ. മകൻ അങ്ങനെ ചരിഞ്ഞു കിടന്നു. അറുക്കാൻ വേണ്ടി കത്തിയെടുക്കുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, നജൗത യാ ഇബ്രാഹിം, നീ ആ കുഞ്ഞിനെ അറുത്ത് രക്തം കാണാൻ അള്ളാഹ്ക്ക് വേണ്ട കേട്ടോ, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. നിന്റെ ഈമാൻ എങ്ങനെയല്ല, ഈ മദ്രസയും ഗുണമില്ല. നമ്മുടെ നിയത്ത് അങ്ങനെ. ഞാനിപ്പോ എന്താ കുട്ടം പറഞ്ഞു, ഞാൻ ആദ്യമായി തോന്നിട്ട് പറയല്ലേ, നമ്മുടെ നിയത്ത് അങ്ങനെയാണ് അബീബേ, നമ്മുടെ നിയത്ത് അങ്ങനെ. അവിടെ നമുക്ക് വിശ്വാസമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുൽഹീന ഫിദ്ദുആ. വീണ്ടും 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 എടുത്തെടുത്ത് ആവർത്തിച്ച് നിർബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ഇല്ല അല്ലാ, തന്നേ മതിയാവൂ അല്ലാ, തരാതെ ഈ കൈ ഞാൻ താഴ്ത്തില്ല അല്ലാ. രാവിലെ ചോദിച്ചു കിട്ടിയില്ല, ഉച്ചയ്ക്ക് പോയിരിക്കണം കിട്ടിയില്ല, വൈകിട്ട് പോയിരിക്കണം കിട്ടിയില്ല, രാത്രി പോയിരിക്കണം അല്ലാ, തരാതെ ഒരു രക്ഷയുമില്ല റബ്ബേ. നിന്നെ ഞാൻ വിടൂല പടച്ചവനെ, എനിക്ക് ഈ കാര്യം സാധിച്ചിട്ട് തന്നേ മതിയാവൂ അല്ലാ. അങ്ങനെ ചോദിച്ചാരാ? ആര് ചോദിച്ചപ്പാ? ചുമ്മാ അള്ളാഹെ കുറ്റം പറയാൻ. അള്ളാഹ് തരണേ, അള്ളാഹ് തരണേ, അള്ളാഹ് റാഹത്തല്ല, അള്ളാഹ് റാഹത്തായിട്ട്, അള്ളാഹ് ഉറക്കത്തേണേ, അള്ളാഹ്. ദുആ തീർന്ന സംഭവം. നാളെ കൊടുത്തില്ലെങ്കിൽ ദുആയും ശരിയല്ല, ദുആ ചെയ്ത മുസ്ലിയാനും ശരിയല്ല. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു ഇസ്രായേലിനെതിരെ. 40 വർഷം കഴിഞ്ഞാണ് അത് കബൂലായത്. എത്ര വർഷം?
ദുആ അല്ലാഹു തആല ചെയ്ത ഉടനെ മൂസ നബിയോട് പറഞ്ഞു, മൂസ നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷേ മറുപടി വന്നത് 40 years, after 40 years, 40 വർഷത്തിന് ശേഷം. മൂസ നബി നിരാശപ്പെട്ടില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്യാൻസർ പിടിച്ച്, കുഷ്ഠരോഗം പിടിച്ച് ശരീരമാസകലം വേദനിച്ചു പോയില്ലേ, പുഴുതിന്നില്ലേ? അല്ലാ, നിന്റെ ഒരു പ്രവാചകനല്ലേ ഞാൻ, എന്നെ എന്തിനാണ് ഈ ഇടങ്ങേറാക്കുന്നത്? ഒരു നിരാശയുടെ വാക്ക് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി പറഞ്ഞില്ല. കൽബിൽ കയറി പുഴുകുത്താൻ തുടങ്ങി. അപ്പോ പറഞ്ഞു, യാ റബ്ബി അന്നി മസ്സനിയൽ ദുർർ വഅന്ത അർഹമുർ റഹീമീൻ, എനിക്കിപ്പോഴാണ് രോഗം പിടിപെട്ടത്, നീ കരുണയുള്ളവനാണ് അല്ലാ. നമുക്ക് ചെറിയൊരു മൂക്കിപ്പനി വരുമ്പോഴേ അല്ലാ പനി പിടിച്ച, അല്ലാ പനി പിടിച്ച, അല്ലാ പനി പിടിച്ച. എന്താ പനി പിടിച്ച്? ഈ പനി മാറാൻ ലക്ഷ്യം എന്താണെന്നറിയോ? ഇവന് നിസ്കരിക്കാൻ പാനല്ല, ജോലിക്ക് പോകാൻ പറ്റൂല പടച്ചവനെ, ഫുലൂസ് നഷ്ടപ്പെട്ടു പോകും പടച്ചവനെ. ഇന്ന് ഞാൻ ആബ്സെന്റ് ആയി പോയാ എൻ്റെ 1500 രൂപ നഷ്ടപ്പെട്ടു പോകുമല്ല. അതുകൊണ്ട് എനിക്ക് പനി പിടിച്ചാൽ സുബൈക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല, ലോറിന് പള്ളിയിൽ പോകാൻ പറ്റൂല. ഇതൊന്നുമല്ല അവൻ്റെ ചർച്ച, അവൻ്റെ നീയത്ത്. എൻ്റെ ജോലി മുടങ്ങും, മക്കള് പട്ടിണിയാവും പടച്ചവനെ. അല്ലേ അല്ലേ അല്ലേ? പടച്ചവനെ, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ ഭാഗ്യം എന്താ അല്ലാ, അതുകൊണ്ട് എൻ്റെ മുട്ടുകാലിൻ്റെ അസുഖം മാറ്റി തരണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്നവരുണ്ടോ? അല്ലാ, ഒന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, മക്കള് പട്ടിണിയിലാണ്, ഓടാനും നടക്കാനും പറ്റൂല, സൈക്കിൾ ചവിട്ടാൻ പറ്റൂല, മുട്ടുകാലിന് ആഫിയത്ത് തരണേ പടച്ച റബ്ബേ. നമ്മുടെ ദുആ എല്ലാം എന്താ? നമ്മുടെ ദുആ മൊത്തം എന്താ? എല്ലാം ദുആ. വീടുതാ അല്ലാ, ആരോഗ്യം എന്താ അല്ലാ, അത് വല്ലപ്പോഴൊക്കെ ചോദിക്കുള്ളൂ, ആരോഗ്യം ചോദിക്കാൽ. വീട് താ അല്ലാ, സമ്പത്ത് താ അല്ലാ, പണം താ അല്ലാ, മക്കളെ താ അല്ലാ. മക്കളെ നല്ല നിലയിൽ കെട്ടിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ പടച്ചവനെ. ദുനിയാവിൽ അത് തരണേ, ഇത് തരണേ, എല്ലാം തരണേ അല്ലാ. എൻ്റെ മയ്യത്തൊറ്റയ്ക്ക് കബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മടങ്ങിപ്പോകുമ്പോൾ ആ കബറിൽ നിന്ന് എന്നെ ചോദിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിർത്തുമ്പോൾ അല്ലാഹുവേ, എനിക്ക് റബ്ബി അല്ലാ എന്ന് പറയാൻ തൗഫീക്ക് തരണേ അല്ലാ എന്ന് എത്ര പേര് ദുആ ചെയ്ത്? എത്ര പേര് ദുആ ചെയ്ത്? ബാക്കി ദുനിയാവിൻ്റെ മൊത്തം കാര്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും ദുആ ചെയ്യും. മരിച്ചു കഴിഞ്ഞ ആഖിറത്തിന്റെ കാര്യം ചോദിക്കാൻ ആർക്കും? അതാണ് നമസ്കാരത്തിലൂടെ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന് പറഞ്ഞത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു, അതാണ് ദുആഉൽ ഇബാദ. ദുആയെ കുറിച്ച് ഒരുപാട് പറയണം ഹബീബേ. നിങ്ങൾ ദുആ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുമ്മ ആഫിനാ ഫീ അബ്ദാനിനാ, അല്ലാഹുമ്മ ആഫിനാ ഫീ അബ്സാറിനാ, അല്ലാഹുമ്മ ആഫിനാ ഫീ അസ്മാഇനാ, ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നല്ല ആഫിയത്ത്, ആരോഗ്യം തരുമാറാകട്ടെ. ആഫിയത്ത് എപ്പോഴും വേണം. ആഫിയത്തില്ലെങ്കിൽ ഒന്നും പറ്റൂല. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ദുആ ചെയ്യണം. നേരത്തെ എത്ര ആഫിയത്തുള്ള സമയത്തും ദുആ ചെയ്യണം. ആഫിയത്തുള്ള സമയത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വയസ്സായി, 80 വയസ്സായി. 80 വയസ്സായി. ആക്കാങ്ങ എത്ര വയസ്സായി? എത്രയായി? 77. 3 വയസ്സും കൂടെ. നിങ്ങളിപ്പോൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ എടുക്കാറുണ്ടോ? ഉണ്ടാ? അല്ല, ഒന്ന് ചോദിക്കണ്ടാ? ഉണ്ടാ? ഇല്ല. ഹുസൈൻ മോലെ, നിങ്ങൾ മക്കളെ കിട്ടാൻ ദുആ എടുക്കാറുണ്ടോ? ഇപ്പോൾ വയസ്സ് എത്രയായി? 50 കഴിഞ്ഞതേ ഉള്ളു. നല്ലൊരു കുഞ്ഞിനെ വേണം ദുആ എടുക്കാറുണ്ടോ? ഉണ്ടാ? ഉണ്ടാ? പെണ്ണുമ്പിളോട് ഇരിപ്പുണ്ടാ? മനാവ് മുസ്ലിയാരെ, നിങ്ങൾ ദുആ എടുക്കാറുണ്ടോ? നമുക്ക് ഇങ്ങനെ ഒരു, ഞാനിന്നലെ എൻ്റെ പെണ്ണുമ്പിളെ തന്നെ ഒരു മക്കളോട് ഒരു കുഞ്ഞിനെ കൂടെ കിട്ടിയാൽ കൊള്ളാമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നെ ഓടിച്ച് കളഞ്ഞ അപ്പോഴത്തേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് കാണാനില്ലല്ലോ. ഒരു കുട്ടിയുടെ വരുന്ന റാഹത്തല്ലേ, ഓടിക്കുകയാണ്. പെണ്ണുമ്പിള്ളമാർ സമ്മതിക്കുന്നില്ല, ഓടിക്കുകയാണ്. മര്യാദയ്ക്ക് വിട്ടോളാൻ എന്നാ പറയാ. 80 വയസ്സായി സക്കറിയ നബി ദുആ ചെയ്യുക കുഞ്ഞിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നതാണ്. പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യൂല. ഏത് നമുക്കിപ്പോൾ ഒരു 50 വയസ്സായി കഴിഞ്ഞാൽ ഇനി കുഞ്ഞിനെ തള്ള, കുഞ്ഞിനെ തന്ന നാണക്കേട് പോലെയാ. ഇനി കിട്ടിയ കുഞ്ഞ് 50 വയസ്സായി ഉസ്താദെന്ന് പ്രസംഗിക്കാൻ വന്നില്ല. എന്താ? പെണ്ണുമ്പിള്ള പ്രസവത്തിൽ കിടക്കുകയാണ്. അങ്ങേർക്ക് ഈ വയസ്സാം കാലത്താ അങ്ങനല്ലേ പറയുള്ളൂ, നാണക്കേട്. എന്നാൽ എത്രയോ പേര് 60 വയസ്സുകാർ, 65 വയസ്സ്. ഞാൻ കാസർഗോഡ് പോയപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരു ചങ്ങാതി, മോൻ ഉസ്താദ് ഒന്ന് ദ്വാരക്കണ ഉസ്താദ്, നമ്മുടെ പൈതൽ ഉസ്താദ് നല്ല പാങ്ങിൽ നിന്ന് ദ്വാരക്കണ ഉസ്താദാണ്. ഞാൻ പറഞ്ഞു, മോളുടെ കുട്ടി? അല്ല ഉസ്താദ്, എൻ്റെ കുട്ടി ഉസ്താദേ. അല്ലാ, വയസ്സ് 60, കൊച്ചു കുഞ്ഞ്.
അതാണ് അവസ്ഥ. അതല്ലേ റാഹത്ത്. കൊല്ലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ കൊല്ലത്ത് മോളും പ്രസവിച്ച് കിടക്കുന്നു, ഉമ്മായും പ്രസവിച്ച് കിടക്കുന്നു. മോളും വയസ്സായ ഇത്രയും താടി കൊണ്ട് നരച്ചത്. മോള് റൂമിൽ പ്രസവിച്ച് കിടക്കുന്നു, ഉമ്മായും പ്രസവിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ അതല്ല, 80 വയസ്സായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ 80 വയസ്സിലും ദുആ ചെയ്യുക അള്ളയോട്. ഞാൻ പറഞ്ഞ ദുആടെ മഹത്വം പറയാണ്. 80-ാമത്തെ വയസ്സിലും ദുആ ചെയ്യും. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅലർ റഅസ് വലം അകും ബിദുആഇ റബ്ബി ശഖിയാ. അല്ലാഹുവേ, എൻ്റെ രോമകൂമങ്ങളെല്ലാം നരച്ചുപോയി, എൻ്റെ എല്ലെല്ലാം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? വയസ്സനായി, കിളവനായി അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാം പോയി, എല്ലാം ഡൗൺ ആയി. എന്നാലും വലമ്മക്കും ബിദുആഇ റബ്ബി ശഖിയാ, നിന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പുറകോട്ടല്ല പടച്ച റബ്ബേ, എനിക്കൊരു കുഞ്ഞിനെ നീ തരണമേ അല്ലാ. ഉണ്ടോ ഉണ്ടോ? ഞാൻ അതിനാ ചോദിച്ചത്, അല്ല ഞാൻ നിങ്ങളെ കളിയാക്കാൻ ചോദിച്ചല്ല. ഇപ്പൊ 75 വയസ്സ്, 70 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് നമ്മൾ ചോദിക്കില്ല കുഞ്ഞെ. പിന്നെ നേരം അദ്ദേഹം പറഞ്ഞ പോലെ ഉള്ള കുട്ടികളെ സാലിയാക്കി നമ്മൾ ദ്വാരക്കും. പക്ഷെ പ്രവാചകന്മാർ ദ്വാ ചെയ്ത് 80 വയസ്സായിട്ടൊരു കുട്ടിയെ താന്ന ദ്വാ ചെയ്തത്. പക്ഷെ നമുക്കും നിരാശ തോന്നും. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? എനിക്ക് ദുആയിൽ നിരാശയില്ല അല്ല, ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന കിളവനായാലും ഞാൻ മരിച്ചാലും ഞാൻ ചോദിക്കും അല്ല, നീ തന്നേ പറ്റുള്ളൂ. അടച്ചവനെ കൊടുത്തില്ലേ? 80-ാമത്തെ വയസ്സ് കൊടുത്തില്ലേ അല്ല? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. സക്കരിയ, യഹ്യ എന്ന ഒരു കുഞ്ഞിനെ നിനക്ക് ഞാൻ സമ്മാനിച്ചിട്ടുണ്ട് കേട്ടോ. കാക്ക, നിങ്ങൾക്ക് 77 വയസ്സായി ചോദിച്ചു നോക്ക്, ചിലപ്പം കിട്ടും. ബൈ ചാൻസിലെങ്ങാനും കിട്ടിയത്. 80 വയസ്സായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ കൊടുക്കുകയാണ് സക്കരിയ നബിക്ക് കൊടുക്കുകയാണ്. 80 വയസ്സായി. ഇബ്രാഹിം നബിക്ക് കൊടുത്തു ആ വയസ്സാം കാലത്ത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്. ഇത് എനിക്ക് എൻ്റെ റബ്ബല്ലാതെ എനിക്കാരുമില്ല. ഇബ്രാഹിം നബി ആ തീച്ചൂളയിൽ കിടന്നപ്പോ ജിബ്രീൽ വന്നു, ഇബ്രാഹിമെ രക്ഷിക്കട്ടെ. വേണ്ടേ? എന്നെ തീയിലിട്ട് എൻ്റെ റബ്ബിനറിയാം എന്നെ രക്ഷിക്കാൻ. നീ നിന്റെ പണി നോക്കിപ്പോ. എന്താ ഈമാൻ! ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം അപ്പോ പറഞ്ഞു, ഏ തീയേ, ഇബ്രാഹിമിന്റെ മേൽ നീ ശാന്തി സമാധാനം ശീതളമായി ഏസിയാക്കി കൊടുക്കുക കേട്ടോ. 40 ദിവസം അവിടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. വിശ്വാസം വേണം ഹബീബേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യൻഫഉ അയ്യദ്ഫഉ മിമ്മാ നസല ഔ മിമ്മാ ലം യൻസിൽ. ഇറങ്ങാൻ പോന്ന വിപത്തുകളും ഇറങ്ങിയ വിപത്തുകളും തടയാൻ ദുആയിക്കല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ, നിങ്ങൾ ദുആ മുറുകെ പിടിക്കണേ. കണ്ടോ? ഒന്ന് ചെയ്തു നോക്ക്, നല്ലതുപോലെ ദുആ ചെയ്ത് നോക്ക്. ഈ ദുആ ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് കരുതരുത്. നമുക്ക് ദുആയിൽ വിശ്വാസം വേണം. ദുആ സ്വീകരിക്കുന്നില്ല എന്ന് കരുതരുത്. നമുക്കിവിടെ കൊടുക്കുന്ന കറണ്ടിന്റെ പൈസ അടയ്ക്കുന്ന, പാല് കൊടുക്കുന്ന കാക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ വലിയ വിഷമം പ്രയാസം, ഈ വർഷം മുതൽ ഇത് മാറ്റണം. ഞാൻ പറഞ്ഞു, മാറ്റരുത്, ഒരിക്കലും മാറ്റരുത്. ഇത് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ ഒരു ചിന്ത വരാനേ പാടില്ല. നിങ്ങൾ കൊടുക്കിൻ, പടച്ചവൻ തരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ നീയത്തോട് കൊടുക്കിൻ. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഖബറിലാണ്. ഇത് നിങ്ങൾ ദുനിയാവിൽ കിട്ടുമെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ അള്ളാഹ് ദുനിയാവിലും തരും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല പടച്ചവൻ. പക്ഷേ നമുക്കില്ല എന്നൊരു വാക്ക് നമ്മുടെ നാവിൽ വന്നു വരുത്. നമ്മൾ ഈ കൊടുക്കുന്ന ഈ മക്കൾ ആർക്കെന്നറിയോ? ഈ മക്കളുടെ വാപ്പ പട്ടിണിയല്ല, ഈ മക്കളുടെ ഉമ്മ പട്ടിണിയൊന്നുമല്ല. ഇവർ ഈ കിടക്കുന്ന ഖുർആൻ പഠിച്ച് ഇവർ ഹാഫിളീങ്ങളായി, ആലിമീങ്ങളായി പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സവാബ് ഈ കവർവാലിൽ പോയി വീഴും. അതിൻ്റെയൊക്കെ ഒരു സവാബ് ഈ പഞ്ചാരയിൽ പോയി വീഴും. അതിൻ്റെയൊക്കെ സവാബ് ഈ കറണ്ട് ചാർജിൽ പോയി വീഴും. ചെറിയ കളിയല്ല അത്.